ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ. പിന്നെ എന്തൊക്കെയുണ്ട് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരുടെയും വിശേഷം? ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ലഞ്ച് ടൈമിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ചോറൊക്കെ കറണ്ടിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ക്ലീനിങ്ങിനായിട്ട് നിന്നതാണ്. കാരണം ഞാൻ കുറച്ച് ദിവസം മീറാട് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു 4-5 ദിവസമൊക്കെ ആണെങ്കിലും വീട് അടച്ചിട്ട് നിന്നാൽ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ തലേദിവസം രാത്രിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വന്ന പാടെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്നലെ രാത്രി പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചതാണ് കേട്ടോ. ആദ്യമുള്ള ബെഡ്ഷീറ്റൊക്കെ ഞാൻ അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മക്കളൊക്കെ പോയതിന് ശേഷം ഞങ്ങളിതാ കിടന്ന ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അതിന് ശേഷം അപ്പോഴേക്ക് പിന്നെ അനീഫ്ക എനിക്ക് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ സ്കൂൾ അടച്ച് പോകുന്നതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ തീർന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം കുറച്ച് ദിവസം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വന്ന പാടെ അനീഫ്ക പിന്നെ രാവിലെ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. കാരണം അനീഫ്കക്ക് രാവിലെ തന്നെ പോകാനുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പേ പച്ചക്കറിയും അതുപോലെ തന്നെ എനിക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കൻ മതി, കാരണം മീനൊക്കെ മുറിക്കാനൊന്നും ടൈമില്ല, കുറച്ചധികം ക്ലീനിങ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനും കൂടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചോറാകുന്നുണ്ട് അടുപ്പത്ത്. ആ സമയം കൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയും കൂടെ ഒന്ന് വെച്ചിട്ട് എന്നാൽ ക്ലീനിങ്ങിന് നിന്നാൽ പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ്ങിന് നിന്നാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ക്ഷീണമാവും. അല്ലെങ്കിൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വിശന്നിട്ട് വരുമ്പോൾ നമുക്ക് വേഗം ഫുഡ് എടുത്തിട്ട് കഴിക്കാമല്ലോ. ആദ്യം ഫുഡാണ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഡിസംബർ 31 കൂടെയാണ് കേട്ടോ. ഞാനിങ്ങനെ മക്കളോട് പറയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണല്ലോ, മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്കും കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആയി. ഇനിയിപ്പോൾ വീണ്ടും നാളെ മുതൽ സ്കൂള് രാവിലെ നേരത്തെ മക്കളൊക്കെ എണീപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എൻ്റെ ഈ ഒരു പണികൾക്കിടയിലൊക്കെ. പിന്നെ എനിക്ക് ഷിനു അച്ഛൻ ഇവിടെ ഉള്ള സമയത്ത് ഷിനു എനിക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഞാനിങ്ങനെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ അവൾക്ക് പറ്റുന്ന രീതിയിൽ അവൾ ഇന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യും. അവളെ എന്താ പറയുക, അവരുടെ സ്റ്റഡി റൂമുകളും ഒക്കെ അവരും എനിക്കിങ്ങനെ ക്ലീനാക്കി തരുവേ. അപ്പോൾ അവരുടെ സ്റ്റഡി ടേബിളൊക്കെ എനിക്ക് പിന്നെ സ്കൂൾ അടച്ച സമയത്ത് തന്നെ ഒക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ സ്റ്റഡി റൂമും അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ അവരെ ബുക്സൊക്കെ ഷീനും അച്ചൊക്കെ തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ ചെയ്യേണ്ട. അങ്ങനെ പിന്നെ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് റെസിപ്പീസൊന്നും ഞാൻ കാണിക്കുന്നില്ല. ചിക്കൻ കറിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതാണ്. അങ്ങനെ പിന്നെ ചിക്കൻ കറിയും ചോറും ഒക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഞാനിതാ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ചെയ്തത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിട്ടോ. എന്നാൽ നമുക്ക് പിന്നെ ഒരുപാട് ഭാരം കുറഞ്ഞ പോലെയാണ്. അപ്പോൾ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അനീഫ്ക അരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബക്കറ്റിലേക്ക് ഇടുകയാണേ. അപ്പോൾ ഞാനിതാ ഇത്ര വെയിറ്റ് ഉള്ളതൊന്നും ഒറ്റയ്ക്ക് എടുക്കാറില്ല. അപ്പോൾ ഫിദുവിനെ ഹെൽപ്പിന് വിളിച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ ബക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അടിയിലെ ഷെൽഫൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും തുടക്കാനുണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നതുകൊണ്ട് തന്നെ. അങ്ങനെയൊക്കെ പിന്നെ ഷെൽഫൊക്കെ തുടച്ചതിന് ശേഷം ബക്കറ്റൊക്കെ അങ്ങോട്ടൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ 2 ഷെൽഫും ഇന്ന് ഞാൻ ക്ലീനാക്കി എടുത്തത്. പിന്നെ ബാക്കിയൊന്നും ക്ലീനാക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൂറ വരിക. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയൊന്നും ഇന്നിപ്പോൾ ക്ലീനാക്കുന്നില്ല. എല്ലാം കൂടെ ക്ലീനാക്കിയാലും നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ആദ്യം 2 ഷെൽഫ് തുടയ്ക്കും, പിന്നെ പിറ്റേ ദിവസം ബാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ടയേർഡാവില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനും പറ്റും. പിന്നെ അധികമൊന്നും പൊടിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് തുടച്ചെടുക്കാനും ഇല്ല. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ ഷെൽഫിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ എന്തായാലും കൂറൊന്നും തീരെ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. ഞാൻ എന്തായാലും അങ്ങനെ തുടയ്ക്കുന്നതുകൊണ്ട് തീരെ അങ്ങനെ കൂറൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ പിന്നെ ഷെൽഫൊക്കെ തുടച്ചതിൻ്റെ ശേഷം ഞാൻ അടിച്ചു വാരി അതുപോലെ തന്നെ ഇനിയും തുടച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ അടിച്ചു വാരിയ സമയത്ത് സോഫൊക്കെ ഒന്ന് നീക്കിയിട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയേ. കാരണം ആദ്യം എൻ്റെ സോഫ 3 കൂടെ തമ്മിൽ കൂട്ടിയിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 3 കൂടെ കൂട്ടിയിട്ട് സ്ക്രൂ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണം കേട്ടോ അത് നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിദുവോ അല്ലെങ്കിൽ അനീഫ്ക്കോ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണം. അപ്പോൾ ഇന്ന് നിതും ഫിദും വീട്ടിലുള്ള സമയമായതുകൊണ്ട്
അവരെ രണ്ടാളും കൂടെ കൂട്ടിയിട്ട് ഞാനത് നീക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് പൊടി തട്ടിയതിന് ശേഷമൊക്കെ ഒന്ന് തുടച്ചിട്ടോ, എന്നിട്ട് അതേ അങ്ങോട്ടേക്ക് തന്നെ നീക്കിച്ചു അവരെ കൊണ്ട് തന്നെ. അല്ലെങ്കിൽ അനീഫ്ക്ക വേണം, അപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ തട്ടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ ഇവർ രണ്ടാളുള്ള സമയത്ത് ഞാനതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു. അതിനുശേഷം പിന്നെ അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുക്കള വരെ ഞാൻ തുടച്ചതിന് ശേഷം ഇനിയിപ്പോൾ വർക്ക് ഏരിയയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വർക്ക് ഏരിയയിൽ നമ്മുടെ ഈ ടേബിളില്ലേ അത് ഈ സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ടേബിൾ അപ്പുറത്തെ സൈഡിലായിരുന്നു. അത് ഞാൻ മഴയുള്ള സമയത്ത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിട്ടോ. മഴ ഉണ്ടാകുമ്പോൾ ഈ സൈഡിലിട്ടാലും മഴ നനഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിന്നിലൊക്കെ പൊടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്തിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വർക്ക് ഏരിയയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞു. അത്രയൊക്കെ ആയിട്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി രാത്രിയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഡിസംബർ 31. അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയപ്പോൾ ഫിദും ഇതും കസിൻസിൻ്റെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അച്ചു ഷിനും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടോ. ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനീഫ്ക്ക രാവിലെ പോയിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. 10:00 രാത്രി 10:00 വന്നത്. അപ്പോൾ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാല് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അനീഫ്ക്ക എത്തിയപ്പോഴേക്ക് ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ അച്ചു ഷിനും ബീച്ചിലൊക്കെ പോകാമെന്നിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയൊക്കെ നല്ല തിരക്കാകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടവണ്ണപ്പാറ മമതയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അൽഫാമും റോസ്റ്റൊക്കെ ആയിരുന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ചുവിനും ഷിനുവിനും റോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അൽഫാം മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണമൊക്കെ. അങ്ങനെ ന്യൂ ഇയർ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രത്യേക ഒരു ആഘോഷമൊന്നും ഉണ്ടാവാറില്ല. ഇതിപ്പം ഫിദും ഇതും ഇങ്ങനെ പോയതുകൊണ്ട് അച്ചു ഷിനും പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാളെ ഷിനുവിനും അച്ചുവിനൊക്കെ സ്കൂളും മദ്രസൊക്കെ തുറക്കുകയാണ്. ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് വൈകി, ഏകദേശം 11:30 മണിയായിട്ടുണ്ട്. രാവിലെ നേരത്തെ എണീക്കേണ്ടതാണ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും അച്ചു ഷിനും കേട്ടില്ല. നാളെ പോകാമെന്നും പറഞ്ഞിട്ട് കേട്ടില്ല. എന്തായാലും ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടോ. അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും പോകുന്നത്. അങ്ങനെ പിന്നെ നേരൊക്കെ വൈകിയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ കഴിക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമും റോസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിന് മുമ്പേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിദും ഇതും കസിൻസിൻ്റെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇതുപോലെ അൽഫാം എടുത്തിട്ട് മയോണൈസും സോസും അതുപോലെ തന്നെ ഈ ഗ്രീൻ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. പിന്നെ ഫിദും ഇതും കൂടെ ഇല്ലാത്തതുകൊണ്ട് അതൊരു ചെറിയ വിഷമല്ലേ. നമ്മളെ മക്കൾ നമ്മളെ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അത് വേറെ ഒരു രസമല്ലേ. പക്ഷേ അവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അവരെല്ലാവരും കൂടെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. അങ്ങനെ ഏകദേശം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് 11:30 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു ന്യൂ ഇയറിന് കേക്ക് വാങ്ങിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്ക് മമതയുടെ ബേക്കറിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. നവീന വലിയ വലിയ ബേക്കറികളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് കിട്ടിയിട്ടോ. അത് വാങ്ങിച്ചിട്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തു. വേറെ എല്ലാ ബേക്കറിയൊക്കെ പോലീസുകാരെ അടപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും ഒക്കെ അടപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടൈം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തു. മക്കളൊക്കെ അത് കട്ട് ചെയ്തിട്ടോ. ഏകദേശം ഇപ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അച്ചു ഷീനൊക്കെ ഉറങ്ങാൻ വൈകിയാൽ പിറ്റേ ദിവസം സ്കൂൾ മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ മക്കൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. ഞാൻ ആദ്യമായിട്ട് ഇറക്കും ഇങ്ങനെ ന്യൂ ഇയറിനൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സമയത്ത് ന്യൂ ഇയറിന് പുറത്തിറങ്ങുന്നതെന്ന് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.